മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമായ നമഃ. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം സർഗം 37. വാനരസേനകളുടെ വരവ്. കുപിതനായി സുഗ്രീവനെ കാണാൻ വന്ന ലക്ഷ്മണനെ താര വിനയത്തോടെ ധർമ്മസഹിതമായ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു. ലക്ഷ്മണൻ്റെ കോപം ശമിച്ചു. സ്വതേജസ് കൊണ്ട് തന്നെ രാവണനെ കൊല്ലാൻ കഴിവുള്ള ശ്രീരാമൻ്റെ പിന്നാലെ ഞാൻ ഉണ്ടാകും എന്ന് സുഗ്രീവൻ ഉറപ്പുകൊടുത്തു. സുഗ്രീവനോട് പരുഷ വാക്കുകൾ പറഞ്ഞതിന് ലക്ഷ്മണൻ ആ വാനരശ്രേഷ്ഠനോട് മാപ്പ് പറഞ്ഞു. എന്നോടുകൂടി തന്നെ വന്ന് ഭാര്യാവിയോഗത്താൽ ദുഃഖിക്കുന്ന സ്വന്തം സുഹൃത്തിനെ സമാശ്വസിപ്പിച്ചാലും എന്ന് ലക്ഷ്മണൻ സുഗ്രീവനോട് പറഞ്ഞു. സുഗ്രീവൻ മന്ത്രിയായ ഹനുമാനോട് ആജ്ഞാപിച്ചു. ഭൂമിയിലുള്ള സകല വാനരന്മാരെയും വേഗം വരുത്തുക. അതിനായി സമർത്ഥരും വേഗവാന്മാരുമായ വാനരന്മാരെ അയക്കുക. എൻ്റെ ആജ്ഞ അനുസരിച്ച് 10 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരാത്ത ദുഷ്ടന്മാർ വധിക്കപ്പെടേണ്ടവരാണ്. ഊഴിയിലുള്ള സകല വാനരന്മാരെയും വിളിച്ചുകൊണ്ടുവരാൻ എൻ്റെ ആജ്ഞാനുവർത്തികളായ 100,000 കോടി വാനരശ്രേഷ്ഠന്മാർ ഉടനെ എല്ലാ ദിക്കുകളിലേക്കും പോകട്ടെ. വായുപുത്രൻ ആ വാനര രാജാവിൻ്റെ ശാസനയെ ശിരസാ വഹിച്ചുകൊണ്ട് പരാക്രമശാലികളായ വാനരന്മാരെ എല്ലാ ദിക്കുകളിലേക്കും അയച്ചു. ആ വാനരന്മാർ ആകാശമാർഗത്തിലൂടെ ചെന്ന് സമുദ്രങ്ങളിലും പർവ്വതങ്ങളിലും വനങ്ങളിലും പൊയ്കകളിലും വസിക്കുന്ന എല്ലാ വാനരന്മാരെയും രാജകൽപ്പന അറിയിച്ചു. രാജരാജൻ സുഗ്രീവൻ്റെ ആജ്ഞ കേട്ട് ഭയപ്പെട്ട സകല കപികളും ഉടനെ പുറപ്പെട്ടു. അഞ്ജനശൈലത്തിൽ നിന്ന് 3 കോടി വാനരന്മാർ പുറപ്പെട്ടു. പശ്ചിമ പർവ്വതത്തിൽ വിഹരിക്കുന്ന 10 കോടി പേർ അവിടെ നിന്നും പുറപ്പെട്ടു. കൈലാസ ശിഖരങ്ങളിൽ നിന്ന് 1000 കോടി വാനരന്മാർ വന്നെത്തി. ഹിമവാൻ പർവ്വതത്തിൽ വാഴുന്ന 10 ലക്ഷം കോടി പേർ എത്തിച്ചേർന്നു. വൻകുരങ്ങന്മാർ 1000 കോടി വിന്ധ്യനിൽ നിന്ന് പുറപ്പെട്ടു. കിഷ്കിന്ധയിലേക്ക് വാനരപ്പട പരന്നൊഴുകുകയാണ്. സർവ്വ വാനരന്മാരെയും ധൃതി പിടിപ്പിക്കാൻ പോയ വാനരവീരന്മാർ വൻവൃക്ഷങ്ങളോടുകൂടിയ ഹിമവാൻ പർവ്വതത്തെ കണ്ടു. പണ്ടൊരിക്കൽ ആ പർവ്വതത്തിൽ ദിവ്യമായ മാഹേശ്വരം എന്നു പേരായ അശ്വമേധയാഗം നടക്കുകയുണ്ടായി. അന്ന് പായസാദി അന്നങ്ങൾ ഒലിച്ചുണ്ടായവയും അമൃതം പോലെ മധുരമുള്ളവയും ആയ ഫലമൂലങ്ങൾ വാനരന്മാർ കണ്ടെത്തി. ആ ഫലമൂലങ്ങൾ ഒരിക്കൽ കഴിക്കുന്നവന് 1 മാസത്തേക്ക് പിന്നെ വിശപ്പുണ്ടാവുകയില്ല. കായ്ക്കനികൾ തിന്നുന്ന ആ കപികൾ ആ ദിവ്യങ്ങളായ ഫലമൂലങ്ങളും ദിവ്യ ഔഷധങ്ങളും കയ്യിലാക്കി. ആ മലയിലെ യജ്ഞവാടത്തിൽ നിന്ന് സുരഭിലങ്ങളായ കുസുമങ്ങളും സുഗ്രീവപ്രീതിക്കായി സംഭരിച്ചു. ആ വാനരവീരന്മാർ ഭൂമിയിലുള്ള വാനരന്മാരെ എല്ലാം പുറപ്പെടുവിച്ച് വേഗം അവരുടെ മുമ്പിൽ സഞ്ചരിച്ചു. അവർ മുഹൂർത്ത നേരം കൊണ്ട് സുഗ്രീവൻ വാഴുന്ന കിഷ്കിന്ധയിലെത്തി. അവർ എല്ലാ ഔഷധങ്ങളും ഫലമൂലങ്ങളും രാജാവിന് കാഴ്ചവെച്ചു. അവർ സുഗ്രീവനോട് പറഞ്ഞു, ഭൂമിയിലെ വാനരന്മാരെല്ലാം അവിടുത്തെ ആജ്ഞപ്രകാരം വന്നുകൊണ്ടിരിക്കുന്നു. വാനരേശ്വരനായ സുഗ്രീവൻ ഇതുകേട്ട് പ്രീതനായി. അവരുടെ തിരുമുൽ കാഴ്ചയെല്ലാം സ്വീകരിച്ചു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിൽ 37-ാം സർഗം ഇവിടെ സമാപിച്ചു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.